ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും DTM ബിഫാമിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ജോജി ജോർജ്. ഇന്ന് 2025 ഫെബ്രുവരി 8 ശനിയാഴ്ച. ഇന്ന് ഞങ്ങൾ 2025 ആദ്യ തേനെടുപ്പാണ് ഇന്ന് നടത്താൻ വേണ്ടി പോകുന്നത്. അപ്പം എല്ലാ പെട്ടിയിലും തേൻ നല്ല രീതിയിൽ ആയിട്ടില്ല. എന്നാലും ആയ പെട്ടികളെല്ലാം ഒന്ന് ഫസ്റ്റ് ട്രിപ്പ് കറക്കുകയാണെങ്കിൽ നമുക്ക് തേനെടുക്കുന്നതിൻ്റെ തേനീച്ച പെട്ടിയിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ അളവ് പെട്ടെന്ന് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തേൻ ഏകദേശം നന്നായിട്ട് കയറിയ പെട്ടികളെല്ലാം തുറന്നിട്ട് നമ്മൾ തേനെടുക്കേണ്ട വർക്കാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിൽ തേനൊക്കെ നല്ലോണം കയറ്റിയിട്ടുണ്ട്. എന്നാലും ഒരു ഫുൾ സീൽഡ് അല്ല ഈ പെട്ടി. എന്നാലും ഒരു 50% മേലെ സീൽഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അത്തരം പെട്ടികളെല്ലാം നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് ഒന്ന് കറക്കി വിടുകയാണെങ്കിൽ രണ്ടാമത് തേനീച്ച ഇതിനുള്ളിൽ തേൻ കയറ്റുന്നതിൻ്റെ സ്പീഡ് വളരെ പെട്ടെന്ന് വർദ്ധിപ്പിക്കും. അങ്ങനെ ഒരു തേനെടുക്കൽ വർക്കാണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ചില സൈറ്റിലെ ചില പെട്ടികളിൽ നല്ലോണം തേൻ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളെ 7 ഫ്രെയിമുള്ള തേനീച്ച കൂടാണിത്. പിന്നെ ബ്രൂഡ് ചേമ്പറിൽ 8 ഫ്രെയിമുണ്ട്. ഹണി ചേമ്പറിൽ 7 ഫ്രെയിമാണുള്ളത്. അപ്പോൾ അതിലൊക്കെ നമ്മൾ തേനെടുത്ത് കറക്കാൻ വേണ്ടി പോകണം. ഇതിന് രണ്ടാമത്തെ ഹണി ചേമ്പർ ഞാൻ കെട്ടിയിരുന്നു, പക്ഷേ അതിൽ തേനെടുക്കാനായിട്ടില്ല. ഇത് ഫസ്റ്റ് ഹണി ചേമ്പറിൽ നിന്ന് മാത്രമാണ് ഇതിൽ നിന്ന് തേനെടുക്കുന്നത്. അടുത്ത തേനെടുക്കലാകുമ്പോഴത്തേക്ക് സെക്കൻഡ് ഹണി ചേമ്പറിൽ നിന്ന് നമുക്ക് തേനെടുക്കാൻ വേണ്ടി സാധിക്കും ഇതിൽ നിന്ന്. അപ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ തേനെടുപ്പ് അങ്ങനെ വിജയകരമായിട്ട് നമ്മൾ നടത്തുവാണ്. തേനീച്ചകളൊക്കെ നന്നായിട്ട് പുറത്തേക്ക് പോവുകയും വരികയൊക്കെ ചെയ്യുന്നുണ്ട്. റബ്ബറിൻ്റെ ഇലയിലൊക്കെ നല്ലോണം തേൻ ആയി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പെട്ടിയുടെ അടിയെല്ലാം ചെക്ക് ചെയ്തപ്പോൾ അങ്ങനെ റാണി സെല്ലൊന്നും കാണുന്നില്ല. അപ്പം വർക്ക് നന്നായിട്ട് നടക്കുന്നുണ്ട്. ഇത് ഞാൻ വേറൊരു സൈറ്റിൽ ഇന്ന് ചെന്നപ്പോൾ അവിടുന്ന് ഈ പെട്ടിയിൽ എല്ലാം ഫുൾ സീൽഡാണ്. നല്ല വലിപ്പത്തിൽ തേനീച്ച ഇത് കണ്ട ഈ ഫ്രെയിമിൽ നല്ല വീർപ്പിച്ചിട്ടാണ് തേൻ കയറ്റിയിരിക്കുന്നത്. അപ്പോൾ ഈ കണ്ടീഷനിൽ ഫസ്റ്റ് തേനെടുപ്പ് ആകുമ്പോൾ തന്നെ ഈ കണ്ടീഷനിൽ നമുക്ക് തേനെടുക്കാൻ കിട്ടുന്നത് കുറവാണ്. സാധാരണ ഞാൻ ഈ ഒരു കണ്ടീഷനിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഫസ്റ്റ് ട്രിപ്പ് തേൻ കറക്കി എടുക്കാറാണ് പതിവ്. ഇപ്രാവശ്യം എനിക്കൊരു കുറച്ച് സമയം ഇത് എല്ലാ സൈറ്റിലെ എല്ലാ പെട്ടികളിലും നല്ലോണം തേനില്ലാത്തതുകൊണ്ട് ഹണി ചേമ്പർ കെട്ടുന്ന സമയത്ത് ഇത്തരം കൂടുതലകത്ത് ഞാൻ എടുക്കാതെ പോയതുകൊണ്ടാണ് ഇത്രയും നല്ല കണ്ടീഷനിൽ വളർന്നു വന്നത്. അപ്പം ഇങ്ങനെ ആ ഒരു കണ്ടീഷനിൽ ഫസ്റ്റ് ട്രിപ്പ് തേനെടുക്കൽ ഈ ഒരു കണ്ടീഷനിൽ കിട്ടുന്നത് എനിക്ക് ആദ്യമായിട്ടാണ്. സാധാരണ ഒരു രണ്ടാമത്തെ ട്രിപ്പ് മൂന്നാമത്തെ ട്രിപ്പ് മുതൽ ഉള്ള പെട്ടികളിലാണ് എല്ലാ പെട്ടികളിലും ഈ കണ്ടീഷനിൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇത് ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് തേനെടുക്കാൻ പറ്റുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഉള്ളിൽ നല്ലൊരു സന്തോഷമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ നമുക്ക് ഒരു 4-5 പ്രാവശ്യം തേനെടുക്കാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.